ഇതേപോലത്തെ ഒരു ബിയർ കാണുമ്പോൾ എങ്ങനെയാ വെച്ചാൽ കുടിക്കാണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ അപ്പന്മാർ, നമ്മുടെ വാപ്പാമാർ, ഇനി നമുക്ക് ജനിക്കാൻ വേണ്ടി പോകുന്ന പിള്ളേർ ഉൾപ്പെടെ കുടിക്കാൻ വേണ്ടി പോകുന്ന ബിയറുണ്ട്. അതായത് നമ്മളൊക്കെ ഇതിലിങ്ങനെ പിടിച്ചായിരിക്കും അടിയുടെ, അല്ലെങ്കിൽ അടി തുടങ്ങിയേക്കണം ഇത് പിടിച്ചായിരിക്കട്ടെ. ഒരു മൈൽഡ് ആൽക്കഹോളാണല്ലോ ബിയർ. അപ്പം ആ ബിയറെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വന്നത് ഈ റെഡിൽ കിങ്ഫിഷറിന് ഇതൊക്കെയുണ്ട്. അത് എനിക്ക് മാത്രം അറിയാൻ വേണ്ട വെച്ചു. എവിടെയൊക്കെ പോയാൽ എന്തൊക്കെ ബിയർ ഉണ്ടാവില്ല, ഈ ബിയർ കാണണമെങ്കിൽ കൈയും കടയിൽ പോകുള്ളൂ. അതായത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയിട്ട് എന്താ കഴിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അവസാനം നമ്മൾ ബിരിയാണി എന്ന് പറഞ്ഞില്ല, അതേപോലെ ഉണ്ട് കിങ്ഫിഷർ. നമുക്ക് എത്രയൊക്കെ ബിയറുകൾ മാർക്കറ്റിൽ വന്നു പോയാലും ഇതിൻ്റെ തട്ട് താഴെ തന്നെ നിൽക്കട്ടെ. അത് എന്തോ നമ്മൾ കണ്ട് പ്രോഗ്രാംഡാണ്. അതായത് നമ്മൾ ചെറുപ്പത്തിലേക്ക് കൈ പിടിച്ചേക്കണത് ഇതിലാണ്, പൊട്ടിച്ചേക്കണത് ഇതാണ്, അടിച്ചേക്കണത് ഇതാണ്. എത്ര വല്ല അടികാരാന്ന് പറഞ്ഞാലും കള്ള് കുടിച്ച് തുടങ്ങി പല മാരകങ്ങളിലേക്ക് പോയിട്ടും തിരിച്ചു അവർ തിരിയണത് ഇതേപോലത്തെ ഒരു കുപ്പി പിടിച്ചായിരിക്കും വെച്ചു. അപ്പോൾ ഞാനിതൊന്ന് വെറുതെ ചുമ്മാ ഷെയർ ചെയ്യുന്ന റെസ്റ്റാണല്ല, കാലിനല്ലേ വയ്യാണ്ടുള്ളൂ, കുടിക്കാൻ കുഴപ്പമില്ല. എന്തൊക്കെയുണ്ട് മാറി എന്തൊക്കെയുണ്ട് പരിപാടി. നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് KO സ്ട്രോങ് ഉണ്ട്. അതായത് നമ്മുടെ അപ്പന്മാർ, ചിലപ്പോൾ നമ്മുടെ അപ്പൂപ്പന്മാർ, ചിലപ്പോൾ നമുക്ക് ഇനി ജനിക്കാൻ വേണ്ടി പോണ പിള്ളേർ ഉൾപ്പെടെ ഒരേപോലെ എൻജോയ് ചെയ്യാൻ വേണ്ടി പോണ ഒരു കിഡിലെങ്കാച്ച ഒരു പാരമ്പര്യമുള്ള ബിയറാണ് നമ്മുടെ KO സ്ട്രോങ്. ഭയങ്കര വലിയ ഹിസ്റ്ററിയുള്ള ബിയറാണ്. പല രീതിക്കാണ് ആൾക്കാർ യൂസ് ചെയ്യണം. ഇതിന് കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ട്. ഇതിൻ്റെ അൾട്രാമാക്സ് നല്ല രസമായിട്ട് കുടിക്കാൻ പറ്റിയ ബിയറുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ലോകത്തിൻ്റെ എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞാൽ പോലും മലയാളികളാണോ അല്ലെങ്കിൽ ഇന്ത്യക്കാരാണോ ഇതേപോലത്തെ ഒരു ബിയറിലായിരിക്കും നമ്മുടെ അവസാനം കയ്യിൽ നിർത്തുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ ബിയർ ലോകം മൊത്തം എത്തിക്കാൻ വേണ്ടി ഈ കിങ്ഫിഷർ എന്ന് പറഞ്ഞ ബിയർ കുറേ ഇമ്പോർട്ടൻസ് വഹിക്കണം കേട്ടോ. അത് ഈ എവർഗ്രീൻ ഡിസൈൻ എന്ന് പറയില്ല, അതായത് ഇതേപോലത്തെ ഒരു കുപ്പി റെഡ് സ്റ്റിക്കർ, അത് ഭയങ്കര വലിയ ഒരു ഫീലിംഗ് ഉണ്ട്. ഇവിടെ 8% ABV ഉണ്ട് ഈ ബിയറിനുള്ളത്. അതായത് നമ്മുടെ നാട്ടിൽ ഞാനിപ്പോഴും ഞങ്ങളുടെ ഒരു ബാറുണ്ട് കേട്ടോ, മേത്താണെന്ന് പറഞ്ഞാൽ. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ബിയറുണ്ട് 4.8 ABV എന്നൊക്കെയാണ് എഴുതി വെച്ചാണ്. പക്ഷേ അടിച്ച് കഴിയുമ്പോഴേക്ക് മുട്ടൻ ട്രിപ്പുണ്ട്. അപ്പോൾ നമുക്കറിയാം 4.8 അല്ലെന്ന്. പക്ഷേ എന്തോ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ അവരിങ്ങനെ 4.8 ഇപ്പോൾ ഇവിടെ സിംഗപ്പൂർ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് 8% ആണ്. അടിച്ചതാണ് കേട്ടോ, ഒരെണ്ണം അടിച്ചതാണ്. അത് വേറെ കാര്യമാണ് വെച്ചാൽ ഇത് ഇമ്പോർട്ടും കാര്യങ്ങളൊന്നുമല്ല, ഇത് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇതിന് കണ്ട FSSAI ലൈസൻസ് ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇവിടെ ബ്രൂ ചെയ്യണതാണ്, സെയിം റെസിപ്പിയിൽ ഇവിടെ ബ്രൂ ചെയ്യണത് ഒരു നല്ല അടിപൊളി ലാഗർ ബിയറാണ്. ഇത് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, ഇത് എല്ലാവർക്കും അറിയാം. കാരണം ഇത് നമ്മൾ എവറിഡേ കാണുന്ന ബിയറാണ്. അത് കാരണം ഞാൻ ഒന്ന് ഷെയർ ചെയ്താണ് വെച്ചു. കാലിന് റെസ്റ്റാണല്ലോ, അപ്പോൾ കാലിന് മാത്രമല്ല റെസ്റ്റ് ഉള്ളൂ. ഏത് വല്ലപ്പോഴൊക്കെ അടിക്കോട്ടെ, ഒരു ബിയറൊക്കെ അടിക്കും. ഫുള്ള് ഡീറ്റോക്സ് ഒന്നും അല്ല, ഞാൻ ബാഡ് ബോയ് ആണ്. ശരി വെച്ചപ്പോൾ വേറെ വീഡിയോ ആയിട്ട് കാണാം.